when there's no more hope. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ബുക്സ് ഒക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ പോർഷൻസ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. ഇനി എല്ലാം ഒന്നിനും പഠിച്ചു തുടങ്ങണം കേട്ടോ. അതായത് റിവൈസ് ചെയ്ത് തുടങ്ങണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതും എല്ലാം. അതിനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്പർ നെയിം പഠിച്ചു അല്ലെ? നമ്പർ നെയിം 100 കൂടെ ആയപ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ആയി. 1 to 100 വരെ ആയി. നിങ്ങൾ എന്താണ് എക്സാമിന് മുമ്പായിട്ട് 1 to 100 വരെ കംപ്ലീറ്റ് ആക്കി വെക്കണം കേട്ടോ. എക്സാമിന് മുമ്പായിട്ട് 1 to 100 വരെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളൊക്കെ കാണിച്ച് ആ 90യുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. 90 NINETY 90 NINETY 90 91 NINETY 90 ONE 91. Next 92 NINETY 90 TWO2 92. Next 93 NINETY 90 THREE 393. Next NINETY 90 FOUR 94. Next 95 NINETY 90 FIVE 5 95. NINETY 90 SIS 6 96. NINETY 90 SEVEN 7 97. NINETY 90 EIGHT 8 98. NINETY 90 NINE 99. പിന്നെയോ HUNDRED 100 വരെ ആയി. നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ ടീച്ചർ എവിടെ വരെയായിരുന്നു തന്നത്? 1 to 20 വരെ നമ്മൾ റിവൈസ് ചെയ്തിരുന്നു അല്ലേ? 1 to 20 വരെ. ഇനി എന്ത് വേണം? 21 to 50 50 വരെ 1 ടൈംസ് എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്യണം കേട്ടോ. 21 തൊട്ടത് 21 മുതൽ 50 വരെ 50 വരെ നമ്പറിനെ 1 ടൈംസ് എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാത്സില് ക്ലോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷൻ ആണ് പേജ് നമ്പർ 72. Page number 72. Well, if you take page number 72, taken. Okay. എന്താണ് money? Money means എന്താണ്? Money means cash. അല്ലേ? പൈസ, cash. അല്ലേ? കണ്ടിട്ടില്ലേ മണിയൊക്കെ? Indian rupees. Indian rupees എന്ന് നമ്മൾ റുപ്പീസ് എഴുതുന്നത് എങ്ങനെയാണ്? നോക്കിക്കേ, ഉണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 2 വരെയാണ് റുപ്പിയുടെ. കണ്ടോ? ഇങ്ങനെയാണ് എഴുതുന്നത്.
റുപ്പീസ് തന്നെ എന്താണ് ടു ടൈപ്സ് ഉണ്ട് അല്ലെ? ടു ടൈപ്സ് ഇല്ലേ റുപ്പീസ്? കോയിൻസ് ഉണ്ട്, അതുപോലെ എന്താണ് നോട്ടുകൾ. ക്യാഷ് കണ്ടിട്ടില്ലേ? അച്ഛൻ്റെയിലും അമ്മയുടെയിലും ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? കോയിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ എന്താണ് നോട്ടും ഉണ്ട്. കോയിൻസ് ഏതൊക്കെയാണുള്ളത് കണ്ടിട്ടുണ്ടോ? കോയിൻസ് നിങ്ങൾക്ക് ചിലപ്പം അച്ഛനോ അമ്മയൊക്കെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ കോയിൻസ് ഒക്കെ തരാറില്ലേ? അല്ലെങ്കിൽ അച്ഛൻ്റെയിലോ അമ്മയുടെയിലോ ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ കോയിൻസ്? ഫസ്റ്റ് എന്താണ് 50 പൈസ. 50 പൈസ അതിന്റെ കുഞ്ഞു കോയിൻ ഉണ്ട് നമുക്ക്. 50 പൈസയുടെ കുഞ്ഞു കോയിൻ. എല്ലാരും നോക്കിക്കേ, ആ ടെക്സ്റ്റ് ബുക്കിലോട്ട് ശ്രദ്ധിച്ചോ? ഫസ്റ്റ് നോക്കിക്കേ, 50 പൈസ. 50 പൈസയുടെ നമുക്കൊരു ചെറിയ കോയിൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടോ 1 റുപ്പി, 1 രൂപയുടെ 1 റുപ്പിയുടെ കോയിൻ ഉണ്ട്. നെക്സ്റ്റ് എന്താണ് 2 റുപ്പി, 2 റുപ്പിയുടെ കോയിൻ ഉണ്ട്. പിന്നെയോ 5 റുപ്പി, ഇപ്പം 10 റുപ്പി. ഇത്രയും കോയിൻസ് ആണ് നമുക്കിപ്പോ ഉള്ളത്. പണ്ടൊക്കെ എന്താണ് 5 പൈസയുടെ ഉണ്ടായിരുന്നു, 1 പൈസ, പിന്നെയോ 10 പൈസ, 20 പൈസ, ഇതിന്റെയൊക്കെ കോയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ചിലരുടെ കളക്ഷൻസിലൊക്കെ കാണും, ചിലരുടെയൊക്കെ കയ്യിൽ കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ പേരൻസിന്റെ അടുത്ത്. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? 50 റുപ്പീസിന്റെ കോയിൻ ഉണ്ട്, പിന്നെയോ 1 റുപ്പീസ്, 2 റുപ്പീസ്, 5 റുപ്പീസ്, 10 റുപ്പീസ്. ഇത്രയും കോയിൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോട്ട്സ് ഓഫ് ദി ഇന്ത്യൻ റുപ്പീസ്. നമുക്ക് കോയിൻസ് മാത്രമാണോ? നമുക്ക് നോട്ട്സും ഉണ്ട് അല്ലേ? നോട്ടുകളും ഇല്ലേ? നോട്ടുകൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മള്. കോയിൻസ് മാത്രമല്ല നമുക്ക് നോട്ടും ഉണ്ട്. ഏതൊക്കെ നോട്ടിന്റെയാണ് നമുക്കുള്ളത്? 5 റുപ്പി, 5 രൂപ, 5 റുപ്പിയുടെ നോട്ടുണ്ട്. പിന്നെയോ 10 റുപ്പി, പിന്നെ 20, 50 റുപ്പി. നമുക്ക് കോയിൻ എന്താണ്? 50 പൈസയുടെ കോയിനാണ് ഉള്ളത്. ഇത് 50 റുപ്പി, രൂപ, 50 രൂപ, 50 റുപ്പിയുടെ നോട്ട്. നെക്സ്റ്റ് 100, 100 റുപ്പിയുടെ നോട്ട്. പിന്നെയോ 200. നെക്സ്റ്റ് 500. ലാസ്റ്റ് വൺ എന്താണ്? 2000. ഇതിലൊക്കെ നോക്കിക്കേ, ഈ നോട്ട്സിലെല്ലാം ആരുണ്ട്? നോക്കിക്കേ, ആരുടെ മുഖമാണ് ഈ നോട്ട്സിലെല്ലാം കൊടുത്തിരിക്കുന്നത്? ആരുടെയാ? മഹാത്മാ ഗാന്ധി. മഹാത്മാ ഗാന്ധി. ഓക്കെ, നമുക്ക് ഏതൊക്കെ നോട്ട്സ് ആണ് ഉള്ളത്? നോട്ട്സ് ഏതൊക്കെയാ? 5 റുപ്പീസ്, 10 റുപ്പീസ്, 20 റുപ്പീസ്, 50 റുപ്പീസ്, പിന്നെയോ 100 റുപ്പീസ്, 200 റുപ്പീസ്, 500, 2000. ഇത്രയും നോട്ട്സുകളാണ് നമുക്ക് ഉള്ളത്. പൈസ ഏതൊക്കെയാണ്? പൈസ 50 പൈസ, 1 റുപ്പി, 2 റുപ്പി, 5 റുപ്പി, 10 റുപ്പി. ഇത്രയും പൈസ, ചില്ലറയ്ക്ക് എന്ന് പറയത്തില്ലേ, ചില്ലറ പൈസകൾ, അതുണ്ട്. പിന്നെ നോട്ട്സുകള് 5 റുപ്പീസിന്റെ ഉണ്ട്, പിന്നെയോ 10 റുപ്പീസ്, 20, 50, 100, 200, 500, പിന്നെയോ 2000. ഇതൊക്കെ എന്താണ്? നമ്മള് എന്തെല്ലാം കാര്യങ്ങൾക്ക് റുപ്പീസ് യൂസ് ചെയ്യും? എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും? നമ്മള് എല്ലാ കാര്യത്തിനും ക്യാഷ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നതിനും, അതുപോലെ ബസ് ഫീസ് അടയ്ക്കുന്നതിന്, പിന്നെന്തിനാണ് നമുക്ക് സ്റ്റേഷനറിയിൽ എന്താണ് ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാറില്ലേ?
അമ്മ എന്തെല്ലാം മേടിച്ചു തരാറുണ്ട് അച്ഛനും അമ്മയും? സ്വീറ്റ്സ്, ടോയ്സ്, ഡ്രസ്, അല്ലെ? നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ടുന്നതെല്ലാം എന്താണ് മേടിക്കുന്നത്? ക്യാഷ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്, അല്ലേ? ക്യാഷ് കൊടുക്കാണ്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ആണ്, ഏത് കാര്യത്തിനും. ഓക്കെ, അതിലെ റുപ്പീസ് ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അച്ഛനടുത്ത് അമ്മടുത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ആ നോട്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ആ കോയിൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അവർ കാണിച്ചു തരും കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, അങ്ങനെ മാത്സ് അതും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മാത്സിന്റെ തന്നെ ഇതിന്റെ വർക്ക്ഷീറ്റ് ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക, കോയിൻസ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെ കോയിൻസ് ഉണ്ടെന്നും പിന്നെ ഏതൊക്കെ നോട്ട്സ് ഉണ്ടെന്നും ഇതെല്ലാം എന്താണ് നോക്കി ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മലയാളത്തില് ടീച്ചർ കൂട്ടക്ഷരങ്ങൾ ഒരു 2 അക്ഷരവും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ എവിടെ വരെ ആയി? ഇഷ വരെ ആയായിരുന്നു. ഇഷ. ഇനി സ. എന്താണ്? സ. ഇസ എങ്ങനെ എഴുതുന്നത്? കൂട്ടക്ഷരങ്ങൾ സ. ഇസ എന്ന് പറഞ്ഞാൽ സ. ഒരു സ എഴുതിയതിനു ശേഷം ഇതിന് താഴെ ഒരു കുഞ്ഞു സ. കണ്ടോ? സ എങ്ങനെ എഴുതുന്നത്? ഇതിലൂടെ നോക്കി നോക്കിക്കേ. ഇതുപോലെ നല്ലതുപോലെ വേണം എഴുതാൻ. ഇപ്പൊ അതേ തന്നെ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ, എല്ലാവരും, ഒരാളല്ല എല്ലാവരും ഹാൻഡ് റൈറ്റിംഗ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ്. ഇപ്പോഴേ എന്ത് വേണം? നല്ല ഹാൻഡ് റൈറ്റിംഗ്. എല്ലാവരും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ വേണം ഹോംവർക്ക് എഴുതാനും ടീച്ചറിന് സെൻഡ് ചെയ്യാനും. അല്ലാതെ ചുമ്മാ ടൈം കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് അയക്കുക, അതൊന്നും വേണ്ട. ടൈം എടുത്തിട്ട് നല്ലതുപോലെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ, അത് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, ഇനി നമുക്ക് ആ GK ഒന്ന് നോക്കാം. ആദ്യം മുതലുള്ള GK ഒന്ന് നോക്കാം. GK കുറച്ച് പേര് മറന്നിരിക്കാന്നറിയാം. നമുക്ക് നിങ്ങൾക്ക് അറിയാമോ, കുറച്ച് കൂട്ടുകാർ നമുക്ക് സ്കൂളിലോട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേരെ ഉള്ളു വീട്ടിൽ ഓൺലൈൻ ക്ലാസ്, ബാക്കി കൂട്ടുകാരൊക്കെ സ്കൂളിൽ വരുന്നുണ്ട്. അവരോടൊക്കെ ഇടയ്ക്കൊക്കെ GK ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാരും മറന്നിരിക്കുക. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? നമുക്കൊന്ന് നോക്കാം GK. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which is called the brain of computer? നമ്മുടെ മെമ്മറി എല്ലാം നമ്മൾ എവിടെയാ വെക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ. അതുപോലെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താണ്? CPU. Which is called the brain of computer? CPU. Which is called the brain of computer? CPU. Next, which is the green color bird? Which is the green color bird? Parrot. Next, which is our state festival? Which is our state festival? Onam. Which insect make disease? Which insect make disease? Housefly. Who drives train? Loco pilot. Who drives train? Loco pilot. What is the color of an apple? What is the color of an apple? Red. Who wrote Jana Gana Mana? Rabindranath Tagore. Which is your country name? India. How many days in it? Who wrote the Mahabharata?
മഹാഭാരത, വ്യാസം. നെക്സ്റ്റ് നമ്മൾ എന്താണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, നമ്മൾ ഓരോ സ്റ്റേറ്റ്സ് അതിന്റെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് നോക്കിയിരുന്നു. ഏതൊക്കെയാ? കേരള നമ്മുടെ പ്രോഡക്ട്സ് ഏതാണ്? കേരള കോക്കനട്ട്, തമിഴ്നാട് വെജിറ്റബിൾ, കർണാടക കോഫി, ആസാം ടീ, കശ്മീർ ഓറഞ്ച്, ഉത്തർപ്രദേശ് പൊട്ടറ്റോ, ആന്ധ്രാപ്രദേശ് പാഡി, പഞ്ചാബ് വീറ്റ്, ഗുജറാത്ത് കോട്ടൺ, ഒറീസ മസ്റ്റാർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? റെയിൻബോ. റെയിൻബോയെ കുറിച്ച് പഠിച്ചിരുന്നു. എന്തൊക്കെ പഠിച്ചു റെയിൻബോയെ കുറിച്ച്? റെയിൻബോസിന്റെ കളേഴ്സ് പഠിച്ചിരുന്നു. എത്ര കളേഴ്സ് ആണ് റെയിൻബോസിന്? 7 കളേഴ്സ്. റെയിൻബോസിന് എത്ര കളേഴ്സ് ആണ്? 7 കളേഴ്സ്. ഏതൊക്കെയായിരുന്നു റെയിൻബോസിന്റെ 7 കളേഴ്സ്? ഫസ്റ്റ് വൺ വയലറ്റ്, violet, indigo, blue, green, yellow, orange, red. ഇതൊക്കെയാണ് violet, indigo, blue, green, yellow, orange, red. Okay, rainbows colors എന്തൊക്കെയാണ്? How many colors are there in rainbow? 7 colors. ഇതാണ് 7 colors. Okay, next, which animal is known as the ship of the desert? നമ്മുടെ മരുഭൂമിയിലെ വാഹനം അല്ലേ? Which animal is known as the വാഹനമല്ല കപ്പൽ, മരുഭൂമിയിലെ കപ്പൽ. Which animal is known as the ship of the desert? Camel. Which is the most sensitive organ in our body? Skin. Next, which is the largest country in the world? Russia. Which fruit contains lots of water? Coconut. Okay, memory ഉണ്ടോ ഇതെല്ലാം? അതോ ടീച്ചർ മാത്രം നിന്ന് പറയാണോ? അതോ നിങ്ങൾ പറയുന്നുണ്ട് ടീച്ചറിന്റെ കൂടെ ആൻസർ? ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കണോ? ടീച്ചർ എപ്പോഴും പറയും. ബാലൻസ് നോക്കാം. Which bird sleep in the day and awake at night? Owl. Who does control the traffic? Traffic police. Which bird lays the largest egg? ലാർജസ്റ്റ് ബേർഡ് ഏതാണ്? ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ബേർഡ്? ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന്റെ മുട്ടയായിരിക്കും, എഗ് ആയിരിക്കുമല്ലോ ബിഗ്ഗസ്റ്റ് അല്ലേ? അത് ഓർത്താൽ മതി. അപ്പൊ ബിഗ്ഗസ്റ്റ് ലേസിന് എഗിന്റെ കാര്യം ചോദിക്കുമ്പോൾ എന്താണ്? ബിഗ്ഗസ്റ്റ് ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച്. അതിന്റെ എഗ് ആണ് എന്താണ്? ബിഗ്ഗസ്റ്റ് എഗ്, ലാർജസ്റ്റ് എഗ്. Which mode of transport run on track? ട്രാക്കിലൂടെ പോകുന്ന ട്രാൻസ്പോർട്ട് ട്രെയിൻ. During which festival does Santa come to visit? Christmas. A model of Earth. Earthന്റെ model globe. When we go to sleep, we say good night. We get fruit and vegetables from plants. Cashew capital of the world? Kollam. What is known as blue gold? What is known as blue gold? Water. Okay, നമ്മൾ ജികെയും ഒന്ന് റിവൈസ് ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി അല്ലേ? ഇപ്പൊ മലയാളം കംപ്ലീറ്റ് ആയി, ഇംഗ്ലീഷ്, EVS, മാത്സ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെ
റിവൈസ് ചെയ്ത് പോകാം കേട്ടോ ഇനിയുള്ള ക്ലാസ്സിൽ. അതുകൊണ്ട് നിങ്ങളും എന്ത് വേണം, ടീച്ചറിന്റെ കൂടെ തന്നെ ആദ്യമൊക്കെ ഉള്ളതെന്ന് റിവൈസ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് നമ്പർ 1 to 100 വരെ നമ്പർ ഇടയ്ക്ക് എഴുതി നോക്കണം. പിന്നെ അതിടയ്ക്ക് എന്താണ് നമ്പറിനെ 100 വരെ ആയി. ആ 100 വരെ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന്, ഏതെങ്കിലും മിസ് ആവുന്നുണ്ടോ എന്നൊക്കെ എന്താണ് ഇടയ്ക്കൊക്കെ ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്താണ് മലയാളം, നമുക്കിനി എപ്പോഴും വേണ്ടതാണ് മലയാളം. അതുകൊണ്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ഇത് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബൈ ചിൽഡ്രൻ, താങ്ക് യു.